നാച്ചുറലായിട്ട് ശരീരം നമുക്ക് എത്രത്തോളം മാറ്റിയെടുക്കാൻ സാധിക്കും? ഹിമാചൽ പ്രദേശിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലെത്തിയ മഹേഷിനെയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് മഹേഷ്. മഹേഷ് നാച്ചുറലായിട്ട് ശരീരം മാറ്റിയൊരു വ്യക്തിയാണ്. ആദ്യമായിട്ട് ഈ ഫിറ്റ്നസ് സെൻ്റർ വരുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. നമുക്കെല്ലാവർക്കും വേണ്ടതാണ് ക്ഷമയാണ്. ചില ആളുകളൊക്കെ ഫിറ്റ്നസ് സെൻ്റർ വന്നിട്ട് ഒരു മാസത്തിനുള്ളിലൊക്കെ നിർത്തി പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ മഹേഷ് അങ്ങനെയല്ല. അതിൽ നിന്നും ഇതിലേക്ക് ശരീരം മാറ്റാൻ കുറച്ച് സമയമെടുത്തു. ക്ഷമയോടുകൂടി അദ്ദേഹം വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒന്ന് സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് കൊടുക്കും. രണ്ടാമത് നാച്ചുറലായിട്ട്. എന്നാൽ സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരം മാറുകയും പിന്നീട് ആ ശരീരം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ നാച്ചുറലായിട്ട് ശരീരം മാറുമ്പോഴോ പതിയെ 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 ശരീരം നല്ല രീതിയിൽ മസിൽ മാസുള്ളൊരു ശരീരമായിട്ട് മാറും. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് പവർ ഉണ്ടാവും എന്നുള്ളതാണ്. ഇദ്ദേഹം ലീവിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഇനിയിപ്പോൾ എൻ്റെ ശരീരം പഴയ പോലെ ആണെങ്കിൽ ഇനിയും ഞാൻ മാസങ്ങൾ വർക്കൗട്ട് ചെയ്യണോ എന്ന് ചോദിച്ചിരുന്നു. അതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. 15 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം പഴയ രീതിയിലേക്ക് മാറുന്നതാണ് കണ്ടത്. അതാണ് ശരീരം നാച്ചുറലായിട്ട് മാറ്റാനുള്ള ഒരു പ്രത്യേകത. അത് മാറിയെടുക്കാൻ ഫസ്റ്റ് സമയത്ത് കുറച്ചിരി സമയം പിടിക്കുമെങ്കിലും പിന്നീട് ശരീരം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരു മാസമോ 1.5 മാസമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പോലും പിന്നീട് വർക്കൗട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ശരീരമാറ്റം പഴയ പോലെ തന്നെ ആവും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഡ്രഗ്സിനൊക്കെ അടിമകളാണ് പലരും. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ കൊച്ചു കേരളത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം.